ഈ വരുന്ന ശിവരാത്രിയോടനുബന്ധിച്ച് ആദിയോഗിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരമശിവന്റെ അർദ്ധകായ പ്രതിമയായ കോയമ്പത്തൂരിലെ ആദിയോഗിയിലേക്ക് എങ്ങനെയൊക്കെ എത്താം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആദിയോഗി ദിവ്യദർശനം എന്ന ലേസർ ഷോയും ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്നത്തെ നമ്മുടെ യാത്ര ആദിയോഗിയിലേക്കാണ്. ബൈക്കിലാണ് പോകുന്നത്. പാലക്കാട് നിന്ന് 73 കിലോമീറ്ററും കോയമ്പത്തൂരിൽ നിന്ന് 29 കിലോമീറ്ററുമാണ് ആദിയോഗിയിലേക്കുള്ള ദൂരം വരുന്നത്. ഇനി നിങ്ങൾ ബസ്സിലാണ് വരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലെത്തി അവിടുന്ന് 14D ബസ്സിലോ 14C ബസ്സിലോ കയറാവുന്നതാണ്. ട്രെയിനിലാണ് വരുന്നതെങ്കിൽ പോലും 1.5 കിലോമീറ്റർ ദൂരമേ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്കുള്ളൂ. പിന്നെ എല്ലാ അരമണിക്കൂറിലും അങ്ങോട്ടേക്കുള്ള ബസ് സൗകര്യമുണ്ട്. 50 രൂപയാണ് ടിക്കറ്റ് ഫെയർ ആയിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ ആദിയോഗിയിലെ ഇഷ ഫൗണ്ടേഷന്റെ 2 പ്രധാന ഗേറ്റുകളിലൊന്നായ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്തേക്കുള്ള ഗേറ്റിന്റെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ബൈക്കിനും കാറിനും വിശാലമായ സെപ്പറേറ്റ് പാർക്കിംഗ് സ്പേസ് ഇവിടെയുണ്ട്. ബൈക്കിന് 10 രൂപയും കാറിന് 30 രൂപയുമാണ് പാർക്കിംഗ് ഫീസ് വരുന്നത്. പിന്നെ ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഒരുപാട് ഫുഡ് സ്പോട്ടുകളാണ്. മുന്നോട്ട് നടക്കുമ്പോൾ ഫീഡ് ദ കാറ്റിൽ എന്നൊരു ബോർഡ് കാണാം. അതിനോട് ചേർന്ന് തന്നെ കുറെ വലിയ കന്നുകാലികളെ കെട്ടിയിരിക്കുന്നതും കാണാം. ഇവിടെ വരുന്നവർ പ്രാർത്ഥനാപൂർവ്വം കന്നുകാലികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഈ പരിപാടി. പഴവും മറ്റുമടങ്ങുന്ന ഒരു പ്ലേറ്റ് ഭക്ഷണത്തിന് 50 രൂപ പ്രകാരം വാങ്ങി കന്നുകാലികളെ ഫീഡ് ചെയ്യുന്നതിനായിട്ടുള്ള തിരക്ക് ഇവിടെ കാണാം. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ഈ ഏക്കർ കണക്കിന് വിശാലമായ സ്ഥലത്തേക്ക് നടക്കുകയാണ്. അങ്ങ് അകലെയായി തന്നെ തലയുയർത്തി നിൽക്കുന്ന ശിവഭഗവാന്റെ ശില്പം കാണാം. ഈ ഒരു കാഴ്ച എത്ര വീഡിയോസിൽ കണ്ടാലും അതിൻ്റെ ഭംഗി മനസ്സിലാവണമെങ്കിൽ നേരിട്ട് തന്നെ കാണണം. ഇതാണ് ശില്പത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഉള്ള വ്യൂ. വെള്ളിയാങ്കിരി മലകളുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരെ ഇടം പിടിച്ചതാണ്. ഈ ഒരു പ്രതിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉയരം 112 അടിയാണ്. ഇതൊരു മനുഷ്യ ശരീരത്തിൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്രേ. ഏകദേശം 500 ടൺ സ്റ്റീൽ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് യാതൊരുവിധ കേടുപാടും ഉണ്ടാവില്ല. ഇഷ ഫൗണ്ടേഷൻ സ്ഥാപകനായ സദ്ഗുരു ജഗി വസുദേവ് ആണ് ഇതിനെ രൂപകൽപ്പന ചെയ്തത്. 2017 ഫെബ്രുവരി 24 മഹാശിവരാത്രി ദിനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഈ ശില്പത്തിന് മുമ്പിൽ നിന്ന് എത്ര ഫോട്ടോസ് എടുത്താലും മതിയാവില്ല. അതിപ്പോൾ എത്ര ഡാൻസ് അറിയാത്തവരാണെങ്കിൽ പോലും 2 സ്റ്റെപ്പ് ഇട്ട് ഫോട്ടോസ് എടുത്തു പോകും. ഇനി ഈ ശില്പത്തിന് സൈഡിലൂടെ വലിയ പാത കാണാം. ഇതിലൂടെ നടന്ന് 1 കിലോമീറ്റർ അകലെയുള്ള ഇഷ യോഗ സെന്റർ കാണാനാണ് ഇനി നമ്മൾ പോകുന്നത്. യോഗ സെന്ററിലേക്ക് പോകാനായിട്ട് ഈ സ്റ്റാച്യുവിന് പിറകിലായിട്ട് ഒരു കാളവണ്ടി സർവീസ് കൂടിയുണ്ട്. ഒരാൾക്ക് 10 രൂപ പ്രകാരം ടിക്കറ്റ് വാങ്ങിച്ച് ക്യൂവിൽ നിന്ന് വേണം കാളവണ്ടിയിൽ കയറാൻ. ഒരു കാളവണ്ടിയിൽ 10 പേരെ വീതമാണ് കൊണ്ടുപോകുന്നത്. അതിനായിട്ട് ഒരുപാട് കാളവണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ്. നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ എങ്കിലും ഈ യാത്രയുടെ രസം ഒന്നറിയാലോ. അങ്ങനെ നമുക്കായിട്ടുള്ള കാളവണ്ടി ഇതാ വെള്ളമൊക്കെ കുടിച്ച് റെഡി ആയിട്ട് വരുന്നുണ്ട്. ചുറ്റുപാടും മലനിരകളുടെയും കൃഷിഭൂമികളുടെയും ഇടയിലൂടെ പഴമയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ കാളവണ്ടി യാത്ര ഒരു പ്രത്യേക രസം തന്നെയാണ്. ഇവിടെ വരുന്നവർ ക്യൂ നിന്നിട്ടാണെങ്കിലും മിസ് ചെയ്യാതെ ചെയ്യേണ്ടിയിരിക്കേണ്ട ഒരു ആക്ടിവിറ്റി തന്നെയാണിത്. ഇവിടെ വന്നപ്പോൾ തൊട്ട് നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാഴ്ചയുണ്ട്. വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് മലയാളത്തിൽ മന്ത്രം ജപിച്ച് നടക്കുന്ന ഒരുപാട് ഫോറിനേഴ്സിനെ നമുക്കിവിടെ കാണാം. ഒരു 100 മീറ്റർ കഴിയുമ്പോഴേക്കും എല്ലാ വെറൈറ്റികളും ഉൾക്കൊള്ളിക്കുന്ന ഒരുപാട് ഫുഡ് സ്പോട്ടുകളുടെ ഏരിയ തന്നെ ഇവിടെ കാണാം. അങ്ങനെ നമ്മൾ ഈവനിങ്ങിൻ്റെ ഗോൾഡൻ അവറിലൂടെയാണ് ഈ കാളവണ്ടി യാത്ര ചെയ്യുന്നത്. ഇവിടെ വരെയാണ് ഈ സർവീസ് ഉള്ളത്. കാളവണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ ശിവന്റെ തൃശൂലം പിടിച്ചിട്ടുള്ള ഒരു സ്റ്റാച്ചു കാണാം. ഇതാണ് ഇഷ യോഗ സെന്ററിന്റെ മുൻവശം. സെന്ററിന്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ ബാഗോ ഫോണോ ഒന്നും അലൗഡഡ് അല്ല. നമ്മുടെ ബാഗൊക്കെ വെക്കാനായിട്ട് തൊട്ടടുത്ത് തന്നെ ലോക്കർ സൗകര്യവും അവൈലബിൾ ആണ്. അത് തികച്ചും ഫ്രീയും സേഫും ആണ്. അതൊക്കെ ഇവിടെ ഏൽപ്പിച്ച് മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാനാവൂ. ആദിയോഗി കാണാൻ എത്തുന്നവർ എന്തായാലും ഇഷ യോഗ സെന്റർ കൂടി കാണാൻ മറക്കരുത്. വീഡിയോയിലൂടെ കാണിച്ചു തരാൻ നമുക്ക് അനുമതിയില്ല. പ്രധാനമായും ഇവിടെ കാണാനായിട്ട് ഒരു താമരക്കുളവും ചന്ദ്രകുണ്ട്, സൂര്യകുണ്ട്, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളും യോഗ സ്പേസുകളുമാണുള്ളത്. ഇഷ യോഗ സെന്റർ കണ്ടതിന് ശേഷം നമ്മൾ നേരെ 7 മണിക്കുള്ള ലേസർ ഷോ കാണാനാണ് പോകുന്നത്. ഇവിടെ ലേസർ ഷോയ്ക്ക് മുമ്പായിട്ട് തന്നെ പൂജാവട്ടങ്ങളൊക്കെ കാണാം.
ഇതിനുശേഷമാണ് നമ്മളുടെ ലേസർ ഷോ ആരംഭിക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ പൂജ ചെയ്യുന്നവരിൽ ഒട്ടുമിക്ക പേരും ഫോറിനേഴ്സ് തന്നെയാണ്. അങ്ങനെ 7:20 ലേസർ ഷോ ആരംഭിച്ചു. ഓം നമഃ ശിവായ.
അങ്ങനെ 20 മിനിറ്റ് നീളുന്ന ലേസർ ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. ഇന്ത്യയുടെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 10,000ങ്ങളുടെ തിരക്ക് ഇവിടെ കാണാനാവും. അങ്ങനെ ഇന്നത്തെ ആദിയോഗിയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു യാത്രാവിശേഷങ്ങളുമായി കണ്ടുമുട്ടാം.